ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കുറച്ച് ഡിഫറെന്റ് കണ്ടന്റ് ആണ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് കുറച്ച് ജ്യൂസി സ്പൈസി ക്വസ്റ്റ്യൻസിൽ ആൻസർ ചെയ്യാൻ പോകണം. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, ഇന്ന് ഇവിടെ രണ്ട് ആൾക്കാരുണ്ട്. ഇവർ രണ്ടുപേരും ബിഹൈൻഡ് ക്യാമറയിൽ നിന്ന് ഭയങ്കര പരിപാടികളാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പൊട്ടിച്ചിരികളൊക്കെ പലപ്പോഴും ഉണ്ടാവാം. കേരളം തന്നെ നടുക്കുന്നതാണ് തോന്നുന്നത് ഈ ക്യുആരെ കഴിയുമ്പോൾ. കത്തും, കേരളം കത്തുന്ന ബാക്ക് എന്ന് പറയുന്നത് ലൈക്ക് ലോ അക്കാഡമി മാത്രമല്ല, കേരളം മൊത്തം കത്തും. ബാക്കിൽ നിന്ന് അങ്ങനെ ആൾക്കാരോടൊരു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് എനിക്ക് അറിഞ്ഞുകൂടെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് എന്റെ ക്ലാസ്മേറ്റും കേരള ലോ അക്കാഡമിയുടെ എല്ലാമായ അഖിലയോടും. അഖില ഒന്ന് കൈ കാണിക്കണി. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടെ എന്താണ് ചോദിക്കാൻ പോകുന്നത്. ഐ ഹോപ്പ് 18+ ആവാതിരിക്കട്ടെ. അയ്യോ, ഐ എം സ്ട്രെസ്ഡ്. എനിക്ക് സ്ട്രെസ് വരുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്. അത് എങ്ങനെ ഞാൻ നാളെ കെട്ട് തകർന്നായിരുന്നു. എന്നെ പറ്റി ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ നീ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ എന്നെ പറ്റി? ഓക്കെ അങ്ങനത്തെ എന്നെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ. ഞാൻ വിചാരിച്ച് എന്റെ വീട് എവിടാ, ഞാൻ എവിടാ പഠിക്കുന്നത്, എനിക്ക് എത്ര വയസ്സായി, അങ്ങനത്തെ എന്നെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താണ് ചോദ്യം? ഫേവറേറ്റ് യൂട്യൂബർ. മോളിൽ ഒരാളുടെ പുച്ഛഭാവം കണ്ടിട്ട് എനിക്ക് ആൻസർ പറയാൻ തോന്നുന്നില്ല. എനിക്ക് ഒത്തിരി യൂട്യൂബേഴ്സിനെ ഇഷ്ടമാണ്. അങ്ങനെ എന്താ ദൈവത്തിന്റെ ആണോ? Oh my god, I don't know if this is gonna be a mess. But എനിക്ക് ഒത്തിരി യൂട്യൂബേഴ്സിനെ ഇഷ്ടമാണ്. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് യൂട്യൂബേഴ്സ് വുഡ് ബി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമാണ് നോട്ട് എ പോഡ്കാസ്റ്റ്. ദിസ് ഇസ് നോട്ട് എ പോഡ്കാസ്റ്റ്. അതിനകത്ത് ഫഹീമിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹീസ് എ ക്യൂട്ട് ബോയ്. Of course. ഇത് get to know me better അല്ല, get to know my കോഴിത്തര. പിന്നെ എനിക്ക് വേറെ ഔട്ട്സൈഡ് കേരള ഐ ലൈക്ക് പ്രാജക്ത കോഹ്ലി. ഷീസ് വെരി നൈസ്. അങ്ങനല്ല, ഞാൻ റേറ്റ് ചെയ്യാനായിട്ട് ആരുമല്ല. ഷീസ് ഗ്രേറ്റ്. എനിക്ക് മിസ് മാച്ച് 3 ഐ എം റിയലി വെയിറ്റിംഗ് ഫോർ മിസ് മാച്ച് 3. Okay. Question number 2. Okay. Tell me about your best friends. Wow, that's very interesting question. Yeah. അയ്യോ, ഞാനാണെങ്കിൽ മറ്റേ ഇൻസ്റ്റാഗ്രാമില് Q&A ഇടുമ്പോഴത്തേന് ഞാൻ ആൻസർ ചെയ്ത് മരിക്കുന്ന ചോദ്യമാണ്. ടെൽ us about your best friends. ആയിരുന്നു നിന്റെ പഴയ ബെസ്റ്റ് ഫ്രണ്ട്സിന് എന്ത് പറ്റി, പുതിയ ബെസ്റ്റ് ഫ്രണ്ട്സ്, ലൈക്ക് അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ്. ഐ എം fed up with answering those questions, but still I have 5 kind of best friends. Like 5 best friends, best friends എന്ന് ഞാൻ പറയുന്നില്ല, they are my close friends. 5 close friends. Amina, Appu, Sri Lakshmi, Ashrin and Sneha. 5. And it's not like we are a gang or something. പുതിയ ആര് വന്നാലും we will accept like anyway. Like ഞാനൊക്കെ ഒത്തിരി എന്താണ് ഒറ്റപ്പെട്ടു പോയ സാഹചര്യത്തിൽ വേറെ ഗ്യാങ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ ഇൻവോൾവ് ചെയ്യാതിരുന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഭയങ്കര വിഷമം വരും. നമുക്ക് അങ്ങനൊന്നുമില്ല. നമ്മൾ ഗ്യാങ് ആണ്, ഇതിനകത്ത് പുതിയ ആളെ എടുക്കത്തില്ല, അങ്ങനൊന്നുമില്ല. ലൈക്ക് ആരൊക്കെ വരുന്നോ യു ക്യാൻ എൻജോയ് വിത്ത് us. That's our thing. We are not best friends, we are close friends. Okay. So next question. Obviously ചോദിക്കണം. So best friends നെ പറ്റി പറഞ്ഞു. So obviously I have to ask. Boyfriend. ആരാ ഇപ്പോ current boyfriend? കറണ്ട് ബോയ്ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ആക്ച്വലി ലിറ്ററലി കറണ്ട് ആണ് ഓർമ്മ. Currently I am single. അതിന് മുമ്പും I was single. Yeah, kind of I am single all the time. അമ്മയൊക്കെ കാണുന്നതാണ് കേട്ടോ. കുറച്ച് മയത്തിലൊക്കെ വേണം. നമ്മൾ ഒരേ കോളേജിലാണ് പഠിക്കുന്നത്, എന്നാലും എന്തുവാ ബോയ് ഫ്രണ്ടാ? സിംഗിൾ ആണ്. സത്യമായിട്ട് സിംഗിൾ ആണ്. ഡേറ്റിംഗ് ആപ്സിലുണ്ടോ? ഡേറ്റിംഗ് ആപ്സ് ഞാൻ ആക്ച്വലി ഡേറ്റിംഗ് ആപ്സിലൊന്നും ഇല്ല. പക്ഷേ എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അമ്മു. പക്ഷെ ടോൾഡ് മീ എൻ്റെ ഒരു ഡേറ്റിംഗ് ആപ്പിൽ അവളുടെ വേറെ ഏതോ ഒരു ഫ്രണ്ട് കണ്ടെന്ന്. ഞാൻ പേടിച്ചു പോയി. ലൈക്ക് ഇതുപോലെ എന്താണ്
വേറെ ആർക്കെങ്കിലും എന്താണ് മിസ്ലീഡിങ് ആയിട്ട് ചാറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ യു തിങ്ക് ഞാനാണ്. ലൈക്ക് ഞാൻ ഡേറ്റിംഗ് ആപ്പിലൊന്നുമില്ല. ഞാൻ ആ ഒരു ഡേറ്റിംഗ് ആപ്പിൽ ഉള്ളത് മോശമാണ് അങ്ങനല്ല. ബട്ട് ഡേറ്റിംഗ് ആപ്പിൽ കറന്റ്ലി ഞാനില്ല. കറന്റ്ലി ഡെസർട്ടേഷൻ എഴുതാറുണ്ട്. ഡേറ്റിംഗ് ആപ്പിൽ ഇരിക്കാനായിട്ട് സമയമില്ല. ഡെസർട്ടേഷൻ എഴുതിയിട്ടില്ല, ആർട്ടിക്കിൾ എഴുതിയിട്ടില്ല, ലോട്ട് ഓഫ് തിങ്സ്. ഓക്കെ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിൽ ബിലീവ് ചെയ്യുന്നുണ്ടോ? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, സത്യം പറഞ്ഞാൽ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ബിലീവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും എനിക്ക് ഫസ്റ്റ് കാണുമ്പോഴേ ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് എനിക്ക് പിന്നെ അട്രാക്ഷൻ തോന്നും. ലൈക്ക് പിന്നെ ഒരു ആദ്യം ഫ്രണ്ടായിട്ട് കണ്ട ഒരു വ്യക്തി പിന്നെ എനിക്ക് ലവറായിട്ട് ഒരിക്കലും കാണാൻ പറ്റില്ല. ആദ്യമേ നമുക്കൊരു ക്രഷ് തോന്നി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ഫ്രണ്ട് ആകുന്നതെങ്കിൽ പിന്നെ ഭാവിയിൽ ചിലപ്പം ലവറായേക്കാം. ലൈക്ക് കൈൻഡ് ഓഫ് ആദ്യം നമുക്ക് കാണുമ്പോഴത്തേക്കും ഊഫ് എന്നൊരു ഫീൽ, ഓ അതൊണ്ടെങ്കിൽ മാത്രമേ അല്ലാതെ അതർവൈസ് ഐ ഡോണ്ട് തിങ്ക് എനിക്ക് ഒരാളെ ബോയ് ഫ്രണ്ടായിട്ട് ആളെ കാണാൻ പറ്റില്ല. അപ്പം ഐ കൈൻഡ് ഓഫ് ബിലീവ് ഇൻ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഇല്ലെങ്കിലും ക്രഷ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എങ്കിലും ഉണ്ടെങ്കിൽ ഐ തിങ്ക് എനിക്കത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇപ്പൊ പകലെ ഉഫ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഫസ്റ്റ് ഒരു ബോയെ കാണുമ്പോൾ നോട്ടീസ് ചെയ്യുന്നത്? ഫസ്റ്റ് ബോയെ കാണുമ്പോൾ നോട്ടീസ് ചെയ്യുന്നത് ഇവിടെ മോളൊന്ന് സ്മൈൽ എന്നൊക്കെ പറഞ്ഞു. സ്മൈലൊന്നും അല്ല കേട്ടോ, ഫസ്റ്റ് ബോയ് കാണുമ്പോൾ നോട്ടീസ് ചെയ്യുന്നത് പല്ല് തേച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ബോയ് കാണുമ്പോൾ നോട്ടീസ് ചെയ്യുന്നത് ഒബ്വിയസ്ലി ഹൈറ്റ് ഒക്കെ നോട്ടീസ് ചെയ്യുമല്ലോ. ബട്ട് ഞാൻ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഫ്രാഗ്രൻസ് ആണ്. സ്മെല്ല് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്റെ വേണ്ട എന്തെന്താ വേണ്ട ലൈക്ക് സ്മൈൽ എനിക്ക് ഭയങ്കര സ്മൈലല്ല സ്മെല്ല് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്മൈൽ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് സ്മൈൽ ഫസ്റ്റ് തിങ് വുഡ് ബി ഫ്രാഗ്രൻസ്, സെക്കൻഡ് വുഡ് ബി ഹെയർ. പിന്നെന്താണ്, ഐ ബിലീവ് ദാറ്റ് എനിക്ക് നല്ല ഹെയർ ഉണ്ട്. അപ്പൊ എനിക്ക് നല്ല ഹെയർ ഉള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്, തിക്ക് ഹെയർ ഒക്കെ ഉള്ളവരെ. സ്മെല്ല്, സെക്കൻഡ് ഹെയർ, തേർഡ് വുഡ് ബി സ്മൈൽ, ഫോർത്ത് വുഡ് ബി ഹൈറ്റ്. വേറൊന്നുമില്ല. വേറൊന്നുമില്ല. പിന്നെ എനിക്ക് താടിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നോക്കേടാവുന്ന എനിക്കൊരു വിഷയമല്ല. എനിക്ക് സ്മെല്ല് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൽ ഷോവനിസ്റ്റ് ഒന്നും ആവരുത്. അതെനിക്ക് ഒട്ടും പറ്റൂല. നമുക്കിപ്പം ഈ ക്വസ്റ്റ്യൻ Q&A ഇവിടെ നിർത്താം. ഈ വീഡിയോ ഒത്തിരി ലോങ് ആയിട്ട് പോകണ്ടെന്ന് വെച്ചിട്ടാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് ആർ ഇൻ സെക്കൻഡ് പാർട്ട്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. കുറച്ചും കൂടെ സ്പൈസി ക്വസ്റ്റ്യൻസ് ആണ് സെക്കൻഡ് പാർട്ടിലെന്നാണ് അഖില ഇവിടെ ഒന്ന് പറയുന്നത്. വെയിറ്റ് ഫോർ ദ സെക്കൻഡ് പാർട്ട്. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.